സങ്കീർത്തനങ്ങളുടെ പുസ്തകം 130 അധ്യായം 4 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അങ്ങ് പാപം പൊറുക്കുന്നവനാണ്, അതുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ ഭക്തിയോടെ നിൽക്കുന്നു. അങ്ങ് പാപം പൊറുക്കുന്നവനാണ്, അതുകൊണ്ട് അങ്ങയുടെ മുൻപിൽ ഞങ്ങൾ ഭക്തിയോടെ നിൽക്കുന്നു. ദൈവം പാപം പൊറുക്കുന്നവനാണ്. പിശാചാണ് പലപ്പോഴും നമ്മളെ പാപത്തെക്കുറിച്ച് ഇങ്ങനെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പാപത്തെക്കുറിച്ചുള്ള അതികഠിനമായ ഒരു അവസ്ഥ അല്ലെങ്കിൽ ബോധം നമുക്ക് നിരന്തരം നൽകിക്കൊണ്ടിരിക്കുന്നത് പിശാചാണ്. എന്നാൽ പരിശുദ്ധാത്മാവും നമുക്ക് പാപത്തെക്കുറിച്ച് ബോധ്യം നൽകും. ഒരു ബോധവുമില്ലാതെ ജീവിക്കുന്ന, പാപബോധമേ ഇല്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് പാപത്തെക്കുറിച്ചുള്ള ബോധ്യവും നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യർക്ക് പാപബോധമില്ലാത്ത അവസ്ഥയാണ് ഉള്ളത്. ഒരു 90% ആളുകൾക്കും പാപബോധമില്ലാത്ത അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ചില ആളുകളുണ്ട്, ഈ കാലഘട്ടത്തിലും ചില ആളുകളുണ്ട്, അവർക്ക് മറുഭാഗമാണ്. അതായത് അവർ അതികഠിനമായ പാപബോധത്തിലേക്ക് വീണു പോയിരിക്കുന്നു. ചില ആളുകൾ ചെറിയ പ്രായത്തിൽ ഒരു പ്രമാണലംഘനം വന്നുപോയി, ഒരു 6ാം പ്രമാണലംഘനം വന്നുപോയി, അതുകൊണ്ട് ഇനി മേലിൽ വിവാഹം കഴിക്കണ്ട എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ചെറിയ പ്രായത്തിൽ ചെയ്തു പോയൊരു പാപത്തെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് അത് എനിക്ക് കുമ്പസാരിക്കാൻ പോലും പറ്റുമോ എന്ന് ചിന്തിക്കുന്ന, കുമ്പസാരക്കൂടിൽ നിന്ന് ആ പാപം ചെയ്തതിൻ്റെ പേരിൽ അകന്നു നിൽക്കുന്ന ആളുകൾ ഉണ്ട്. ചില ആളുകൾ പറയാറുണ്ട്, അച്ഛാ ഞാൻ ഇതേ പാപം തന്നെയാണ് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക, അതുകൊണ്ട് എനിക്കിനി കുമ്പസാരിക്കാനായിട്ട് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരും ഉണ്ട്. അതും അതികഠിനമായ ആഴത്തിലുള്ള പാപബോധത്തിൽ നിന്ന് വരുന്ന ഒരു പ്രശ്നമാണ്, ഒരു പീഠയാണ്, പൈശാചിക പീഠയാണത്, ആത്മപീഠയാണത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ടൊരു സംഗതി എന്ന് പറയുന്നത്, ദൈവം പാപത്തിലേക്കല്ല നോക്കുന്നത്, പാപിയിലേക്കാണ് നോക്കുന്നത്. അവിടെ നിന്ന് കരുണയോടുകൂടെയാണ് പാപിയെ നോക്കുന്നത്, അവിടെ നിന്ന് സ്നേഹത്തോടുകൂടെയാണ് പാപിയെ നോക്കുന്നത്, അവനെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് അവിടെ നിന്ന് നോക്കുന്നത്. ആകയാൽ നമ്മളെപ്പോഴും ദൈവസന്നിധിയിൽ വ്യാപരിക്കുമ്പോൾ പാപമെല്ലാം വിട്ടകന്നുകൊണ്ട്, പാപത്തെ മറന്നു കളഞ്ഞുകൊണ്ട്, നമ്മൾ പാപം ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഏറ്റുപറയണം. അത് ഏറ്റുപറഞ്ഞ് പൂർണ്ണതയോടുകൂടെ നമ്മൾ കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞതിന് ശേഷം അതിനെ മറന്ന് കളഞ്ഞേക്കുക. അങ്ങനെ നന്മയിൽ, പ്രാർത്ഥനയിൽ നമ്മൾ വളരാനായിട്ട്, അങ്ങനെയുള്ളവൻ വ്യക്തിക്ക് മാത്രമേ പ്രാർത്ഥനയിൽ വളരാൻ സാധിക്കൂ, ആത്മീയതയിൽ വളരാൻ സാധിക്കൂ, പരിശുദ്ധാത്മ നിറവിൽ വളരാനായിട്ട് സാധിക്കൂ. ഇനി മറ്റൊരു കാര്യമുണ്ട്, നമ്മൾ ഇങ്ങനെ പാപമെല്ലാം മറന്നിട്ട് പ്രാർത്ഥനയിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് ചിലപ്പോൾ പഴയ പാപങ്ങൾ തന്നെ വീണ്ടും നമ്മൾ ഏറ്റുപറഞ്ഞ പാപങ്ങളാണെങ്കിലും വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തി തരുന്നതും കാണാറുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മറ്റൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ പ്രാർത്ഥനയിലുള്ള വ്യക്തിയാണെങ്കിലും ആത്മീയതയിൽ വളരുന്ന വ്യക്തിയാണെങ്കിലും നന്നായി പാപങ്ങളെല്ലാം മറന്നു കളഞ്ഞ് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും പാപം ചെയ്യാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും നമ്മൾ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുൻപുള്ള പാപങ്ങൾ ചിലപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നിരിക്കും. പൈശാചികതയല്ല, അതൊരു കുറ്റബോധമല്ല, മറിച്ച് പരിശുദ്ധാത്മാവ് തന്നെ നമ്മളെ ആ പാപത്തിൻ്റെ മേഖലയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തും. ചില കാര്യങ്ങൾ പരിശുദ്ധാത്മ ദർശനങ്ങളിലൂടെ നമുക്ക് കാഴ്ചകളായിട്ട് കാണിച്ചു തരും. ചിലപ്പോൾ നമുക്കത് ഒരു ബോധ്യമായി ഓർമ്മ തരും, ചിലപ്പോൾ ഒരു ഓർമ്മയായിട്ടത് തരും, ചിലപ്പോൾ അത് കാതുകളിൽ ആരോ പറയുന്നത് പോലെയുള്ളൊരു സ്വരമായി നമുക്ക് കിട്ടും, ചിലപ്പോൾ നമുക്ക് വചനത്തിലൂടെ അത് ഓർമ്മപ്പെടുത്തി കിട്ടും, ചിലപ്പോൾ വചനപ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്കത് ഓർമ്മപ്പെട്ട് കിട്ടും. അപ്പോൾ നമ്മളൊന്നുകൂടെ പ്രാർത്ഥിക്കുക, ഒന്നുകൂടെ ധ്യാനിക്കാനുള്ള, അല്ലെങ്കിൽ ആ പാപത്തെക്കുറിച്ച് വീണ്ടും ഒരു ധ്യാനം നടത്താനുള്ള ഒരു സൂചനയാണ് പരിശുദ്ധാത്മാവ് നൽകുന്നത്. അപ്പോൾ അന്ന് നമ്മൾ ഏറ്റുപറഞ്ഞ പാപത്തിൻ്റെ ആഴത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യപ്പെടുത്തി തരുമെന്നുള്ളതാണ്. ചിലത് നന്ദി പറയാൻ വേണ്ടിയിട്ടായിരിക്കും. ദൈവം അത്രയും വലിയൊരു പാപത്തിൽ ദൈവനെ ഇപ്പോൾ രക്ഷിച്ചതിനോർത്ത് നന്ദി പറയാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ നന്ദി പറയുക. ചിലപ്പോൾ ചില കാര്യങ്ങളിൽ വീണ്ടും കുമ്പസാരിക്കേണ്ടതായിട്ടും വരും. ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം. ഞാൻ 4ാം ക്ലാസ്സിൽ വെച്ച് എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടിയുടെ ഭക്ഷണം മോഷ്ടിച്ചു. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ എൻ്റെ തമാശയ്ക്ക് അല്ലെങ്കിൽ ഒരു ഉദാഹരണത്തിന് പറയുന്നതാണ്, 4ാം ക്ലാസ്സിൽ വെച്ച് ഞാൻ എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടിയുടെ ഭക്ഷണം മോഷ്ടിച്ച് ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചു.
അത് ഞാൻ എൻ്റെ ആദ്യ കുർബാനയിൽ കുമ്പസാരിച്ചപ്പോൾ ഞാനത് ഏറ്റ് പറഞ്ഞു. പിന്നെ അത് ഞാനതങ്ങ് മറന്നു കളഞ്ഞു. ഇന്ന് 40 വയസ്സിൽ നിൽക്കുമ്പോൾ 4 വയസ്സിൽ സംഭവിച്ച കാര്യം 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സംഭവിച്ച കാര്യം വീണ്ടും 40 വയസ്സിൽ ഞാൻ എത്തി നിൽക്കുമ്പോൾ വീണ്ടും പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് അതെന്നെ ഓർമ്മപ്പെടുത്തി തരികയാണ്. ഞാൻ എൻ്റെ സഹപാഠിയുടെ ഭക്ഷണം മോഷ്ടിച്ച കാര്യം പരിശുദ്ധാത്മാവ് എന്നെ ഓർമ്മപ്പെടുത്തി തരുന്നു. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും ഞാൻ അതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് എന്നെ മറ്റൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തി തരുന്നു. ഞാൻ ഭക്ഷണം മോഷ്ടിച്ച കുട്ടി അത്രയ്ക്ക് പണക്കാരനൊന്നും ആയിരുന്ന കുട്ടിയായിരുന്നില്ല. വളരെ പാവപ്പെട്ട അല്ലെങ്കിൽ അത്താഴപ്പട്ടിണിക്കാരനായ ഒരു കുട്ടിയുടെ ഭക്ഷണമാണ് ഞാനന്ന് മോഷ്ടിച്ചത്. അവന് ഒരുപക്ഷെ ആ ദിവസത്തിൽ അവൻ ഉണ്ണാനിരുന്ന ആ ഭക്ഷണമാണ് ഞാനെടുത്ത് കഴിച്ചത്. അല്ലെങ്കിൽ ചിലപ്പോൾ 3-4 ദിവസങ്ങൾക്ക് ശേഷം അവന് കിട്ടിയ ഒരു ഭക്ഷണമായിരിക്കാം ഞാനെടുത്ത് ഭക്ഷിച്ചത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ബോധ്യങ്ങളിലേക്ക്, പുതിയ ബോധ്യത്തിൽ, അന്ന് അതൊരു കളവ് മാത്രമായിരുന്നു എങ്കിൽ ഇന്നത് ബോധ്യപ്പെടുത്തിയും എനിക്ക് മനസ്സിലാവുന്ന ഇതാണ്, ഞാൻ കളവ് മാത്രമല്ല ചെയ്തത്, ഒരത്താഴ പട്ടിണിക്കാരനോടുള്ള ദ്രോഹം കൂടെയാണ്, അവനെ പട്ടിണിക്കിടുന്ന ഒരു വലിയ തിന്മ കൂടെയാണ് ഞാൻ ചെയ്തത് എന്നുള്ള വലിയൊരു ബോധ്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ടുവരികയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ അങ്ങനെയുള്ള അവസ്ഥകളിൽ അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പോയി അതിനെക്കുറിച്ച് കുമ്പസാരിക്കണം. അതിൽ തെറ്റില്ല. എന്നാൽ വീണ്ടും വീണ്ടും ഇങ്ങനെ പാപം ചെയ്തു പോയി എന്ന് പറയുന്നുള്ള ഒരു പ്രിക്ക് ഓഫ് കോൺഷ്യൻസ്, അത് ശരിയല്ല എന്ന് പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് പറഞ്ഞു തരും. അതുപോലെ തന്നെ വിശുദ്ധന്മാരുടെ ജീവിതങ്ങളിൽ നിന്നും നമുക്കത് പഠിക്കാനായിട്ട് സാധിക്കും. സ്ക്രൂപ്ലോസിറ്റി എന്നാണ്, അതായത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇങ്ങനെ ചകഞ്ഞ് പരിശോധിക്കുന്ന, ഒരു സാധനത്തെ വൃത്തിയാക്കിയിട്ടും മതിയാകാത്ത ഒരു ശൈലിയിലുള്ളൊരു ഒരു തരം മാനസിക രോഗാവസ്ഥയിലുള്ള ഒരു അവസ്ഥ, പാപബോധം, അങ്ങനെ ഒരു അവസ്ഥയായിട്ട് മാറുന്നതിനെയാണ് ഈ സ്ക്രൂപ്ലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ അവസ്ഥ നമുക്ക് വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം. അതോടൊപ്പം തന്നെ മറ്റൊരു മേഖലയായ വീണ്ടും പരിശുദ്ധാത്മ നമ്മളെ വീണ്ടും പഴയ പാപങ്ങൾ ഓർമ്മപ്പെടുത്തി തരുമ്പോൾ അതെന്തുകൊണ്ടാണ്, ചിലപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദൈവത്തിന് നന്ദി പറയാൻ വേണ്ടിയിട്ടായിരിക്കും. അന്ന് അത്രയും വലിയൊരു പാപം ഞാൻ ചെയ്തെങ്കിലും ദൈവം എന്നെ അതിൽ നിന്നും വലിയ രീതിയിൽ അവിടെ നിന്ന് ചേർത്ത് പിടിക്കുകയും എന്നെ മോചിപ്പിക്കുകയും എന്നെ മറ്റുള്ളവരിൽ നിന്ന് ചിലപ്പോൾ വലിയ സങ്കടകരമായ അവസ്ഥകൾ എനിക്ക് വന്ന് പോയേക്കാമായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ ദൈവം എന്നെ മോചിപ്പിച്ച് അവിടെ നിന്ന് എന്നെ ചേർത്ത് പിടിച്ച്, അപ്പോൾ അതിന് നന്ദി പറയണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സർവശക്തനായ ദൈവം നമ്മളെ ആ പാപബോധത്തിൻ്റെ യഥാർത്ഥമായ പാപബോധം കൊണ്ട്, പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്ന ആ പാപബോധം കൊണ്ട് നിറയുവാൻ നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും യാഥാർത്ഥ്യബോധത്തോടുകൂടെയുള്ള പരിശുദ്ധാത്മ നിറവിലുള്ള പാപബോധം കൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ തലമുറകളെ, വരാനിരിക്കുന്ന തലമുറകളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.